Hi, I am Adeeb. Redmi Note series il 3 smartphones launch ചെയ്തിരിക്കുകയാണ്. Redmi Note 10, Redmi Note 10 Pro, Redmi Note 10 Pro Max. ഈ ഫോൺസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ Redmi Note 10 Pro, Pro Max ഈ രണ്ട് ഫോൺസും സ്പെക്സിൻ്റെ കാര്യത്തിലായാലും ഡിസൈൻ്റെ കാര്യത്തിലായാലും സെയിം ആണ്. പ്രൈമറി ക്യാമറയിൽ മാത്രമാണ് ഈ രണ്ട് ഫോൺസും തമ്മിൽ ഡിഫറൻസ് വരുന്നത്. ഫസ്റ്റ് നമുക്ക് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്ന ഡിസ്പ്ലേനെ കുറിച്ച് നോക്കാം. 6.67 ഇഞ്ചിൻ്റെ സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഫുൾ HD+ ആണ് ഇതിൻ്റെ റെസൊല്യൂഷൻ. പിന്നെ നോക്കുകയാണെങ്കിൽ 120 Hz റീഫ്രഷ് റേറ്റ് വരുന്ന ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഒരു മേജർ ഒരു അപ്ഗ്രേഡ് തന്നെയാണ്. കാരണം ഈ പ്രൈസ് റേഞ്ചിൽ മറ്റു ഒരു ബ്രാൻഡും സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ 120 Hz ഈ കോമ്പിനേഷൻ ഒരു ബ്രാൻഡും ഇന്നേ വരെ കൊടുത്തിട്ടില്ല. റെഡ്മി ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു മേജർ അപ്ഗ്രേഡ് തന്നെയാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ ഈ ഫോണിൽ HDR10 സപ്പോർട്ട് ഉണ്ട്. പിന്നെ കോർണിംഗ് ഗൊറില്ലാസിൻ്റെ 5 പ്രൊട്ടക്ഷൻ നൽകിയിട്ടുണ്ട്. പിന്നെ ഡിസൈൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഒരു ഇവോൾവ് ഡിസൈനാണ് റെഡ്മി ഈ ഫോണിൽ നൽകിയിരിക്കുന്നത്. ഈ ഫോണിൻ്റെ ബാക്ക് സൈഡായിട്ട് ഒരു ഗ്ലാസ് ബോഡിയാണ് വരുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ ഈ ഫോണിൽ സൈഡ് മൗണ്ടർ ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഫോണിൽ IP53 റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അതായത് സ്പ്ലാഷ് വാട്ടർ ഡസ്റ്റ് റെസിസ്റ്റൻ്റ് ആണ് ഈ സ്മാർട്ട് ഫോൺ. അതായത് നമുക്ക് ഈ ഫോണിൽ വരുന്ന പ്രൊസസ്സറിനെ കുറിച്ച് നോക്കാം. Qualcomm Snapdragon 732G പ്രൊസസ്സറാണ് ഈ ഫോണിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഫോണിൽ 5G സപ്പോർട്ട് ഇല്ല. റെഡ്മിയുടെ Note 10 Pro സീരീസിലെ ഒരു 5G സ്മാർട്ട് ഫോൺസ് ആണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇവിടെ Redmi 4G മാത്രമേ നൽകിയിട്ടുള്ളൂ. 5G സപ്പോർട്ട് നൽകിയിട്ടില്ല. 5020 mAh ഒരു ഹൈ കപ്പാസിറ്റി ബാറ്ററിയാണ് ഈ ഫോണിൽ കൊടുത്തിട്ടുള്ളത്. 192 ഗ്രാം മാത്രമാണ് ഈ ഫോണിൻ്റെ ഭാരം വരുന്നത്. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫോൺ തന്നെയാണ് ഈ Redmi Note 10 Pro. പിന്നെ ഈ ഫോണിൽ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ആ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ റെഡ്മി ബോക്സിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അടുത്തത് നമുക്ക് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്ന ക്യാമറ ഓപ്ഷൻ നോക്കാം. Redmi Note 10 Proയിൽ 64 മെഗാപിക്സലിൻ്റെ ഒരു മെയിൻ ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. Redmi Note 10 Pro Maxൽ നോക്കുകയാണെങ്കിൽ 108 മെഗാപിക്സലിൻ്റെ സാംസങ്ങിൻ്റെ HM2 സെൻസറാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഡിഫറൻസ് മാത്രമാണ് ഈ Redmi Note 10 Proക്കും Redmi Note 10 Pro Maxും തമ്മിലുള്ളത്. ബാക്കി എല്ലാ സ്പെസിഫിക്കേഷൻസും സെയിം ആണ്. പിന്നെ നോക്കുകയാണെങ്കിൽ 8 മെഗാപിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും 5 മെഗാപിക്സലിൻ്റെ ഒരു മാക്രോ ലെൻസും 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസറുമാണ് ഈ ഫോണിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഫോണിൽ ഡ്യുവൽ വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട്. അതായത് നമുക്ക് ഒരേ സമയത്ത് ഈ ഫോണിൻ്റെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചും ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചും നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഈ ഫോണിൻ്റെ ഫ്രണ്ട് സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു 16 മെഗാപിക്സലിൻ്റെ ഒരു ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. ഈ പഞ്ചോളിൻ്റെ സൈസ് നോക്കുകയാണെങ്കിൽ 2.96 mm മാത്രമാണ് വരുന്നത്. പിന്നെ ഈ Redmi Note 10 സീരീസിലെ എല്ലാ സ്മാർട്ട് ഫോൺസും ഔട്ട് ഓഫ് ദ ബോക്സ് Android 11 വരുന്നത്. MIUI 12 ആണ് ഇതിൻ്റെ യൂസർ ഇൻ്റർഫേസ്. അതായത് നമുക്ക് ഈ ഫോണിൽ വരുന്ന സെൻസേഴ്സ് നോക്കുകയാണെങ്കിൽ 360 ഡിഗ്രിയുടെ ഒരു ആംബിയന്റ് ലൈറ്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രോക്സിമിറ്റി സെൻസർ, കോമ്പസ്, ഗൈറോസ്കോപ്പ്, ആക്സിലറോമീറ്റർ ഇതൊക്കെയാണ് ഈ ഫോണിൽ വരുന്ന സെൻസേഴ്സ്. അടുത്തായിട്ട് നമുക്ക് ഈ ഫോൺസിൻ്റെ കളർ വേരിയൻറ്റിനെ കുറിച്ച് നോക്കാം. ഈ Redmi Note 10 Proയും Redmi Note 10 Pro Maxും സെയിം കളർ വേരിയൻറ്റിലാണ് വരുന്നത്. ഡാർക്ക് നൈറ്റ്, ഗ്ലേഷ്യൽ ബ്ലൂ, വിൻറ്റേജ് ഫ്രോൺസ്. ടോട്ടൽ 3 കളർ വേരിയൻറ്റിലാണ് ഈ ഫോൺസ് വരുന്നത്. അടുത്തായിട്ട് നമുക്ക് ഈ ഫോൺസിൻ്റെ പ്രൈസിനെ കുറിച്ച് നോക്കാം. ഫസ്റ്റ് നമുക്ക് Redmi Note 10 Proയുടെ പ്രൈസിനെ കുറിച്ച് നോക്കാം. 6GB 64GB വേരിയൻറ്റിന് 15,999 രൂപയും 6GB 128GB വേരിയൻറ്റിന് 16,999 രൂപയും 8GB 128GB വേരിയൻറ്റിന് 18,999 രൂപയുമാണ് വരുന്നത്. അടുത്ത് നമുക്ക് Redmi Note 10 Pro Maxിൻ്റെ പ്രൈസിനെ കുറിച്ച് നോക്കാം. 6GB 64GB വേരിയൻറ്റിന് 18,999 രൂപയും 6GB 128GB വേരിയൻറ്റിന് 19,999 രൂപയും 8GB 128GB വേരിയൻറ്റിന് 21,999 രൂപയുമാണ് വരുന്നത്. Redmi Note 10 Pro എടുക്കണോ Redmi Note 10 Pro Max എടുക്കണോ എന്നുള്ള ഒരു സംശയം നിങ്ങൾക്ക് ഉണ്ടാവും. എൻ്റെ അഭിപ്രായത്തിൽ നോക്കുകയാണെങ്കിൽ Redmi Note 10 Pro എടുക്കുന്നതാണ് നല്ലത്. കാരണം ഈ രണ്ട് ഫോൺസും തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. സെയിം സ്പെക്കും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പ്രൈമറി ക്യാമറയിൽ മാത്രമാണ് ഈ രണ്ട് ഫോൺസും തമ്മിൽ ഡിഫറൻസ് വരുന്നത്. 108 മെഗാപിക്സലിൻ്റെ ക്യാമറയാണ് Redmi Note 10 Pro Maxൽ വരുന്നത്. Redmi Note 10 Proയിൽ നോക്കുകയാണെങ്കിൽ 64 മെഗാപിക്സലിൻ്റെ ക്യാമറയാണ് വരുന്നത്. ഈ ഒരു ഡിഫറൻസ് മാത്രമാണ് ഈ രണ്ട് ഫോൺസും തമ്മിലുള്ളത്. അതിനുവേണ്ടി നമ്മൾ എക്സ്ട്രാ പൈസ കൊടുത്ത് ഈ Redmi Note 10 Pro Max എടുക്കണം എന്നുള്ള ഒരു ആവശ്യം ഇവിടെ വരുന്നില്ല. എൻ്റെ ഒരു ഒപ്പീനിയനാണ് Redmi Note 10 Pro എടുക്കുന്നതാണ് നല്ലത്. പറയാൻ കാരണം എന്താ വെച്ചാൽ 108 മെഗാപിക്സലിൻ്റെ ആ സെൻസർ നമ്മൾ Mi 10iയിൽ കണ്ടതാണ്. ആ ഇമേജ് ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്നുള്ളത് നമ്മൾ Mi 10iയുടെ അൺബോക്സിംഗ് വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അത് പോയി ഒന്ന് കാണാം. വലിയ ഡിഫറൻസ് ഒന്നും ക്യാമറ ക്വാളിറ്റിയിൽ നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അഫ്കോഴ്സ് ഒരു 108 മെഗാപിക്സലും 64 മെഗാപിക്സലും തമ്മിൽ വ്യത്യാസം എന്തായാലും ഉണ്ടാവും. പക്ഷേ അത് ഡേ ടു ഡേ യൂസേജിന് അത്ര വലിയ ഇമ്പോർട്ടൻസ് നൽകുന്നില്ല. അടുത്ത നമുക്ക് Redmi Note 10 സീരീസിലെ ഒരു ബഡ്ജറ്റ് ഫോണായ Redmi Note 10നെ കുറിച്ചുള്ള സ്പെസിഫിക്കേഷൻസ് നോക്കാം. ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ Redmi Note 10 Proയുടെ അതേ ഡിസൈനാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ചെറിയൊരു ഡൗൺ ഗ്രേഡ് ഇവിടെ നടത്തിയിട്ടുണ്ട്.
അതെന്തൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ഫസ്റ്റ് നമുക്ക് ഡിസ്പ്ലേൻ്റെ കാര്യം നോക്കാം. ഇതിൽ 6.43 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൽ കോർണിംഗ് ഗ്ലാസ് 3 പ്രൊട്ടക്ഷൻ ആണ് നൽകിയിട്ടുള്ളത്. പിന്നെ ഈ ഫോണിൽ ഡ്യുവൽ സ്പീക്കർ സപ്പോർട്ടും ഉണ്ട്. ആക്സലായിട്ട് ഒരു പ്ലാസ്റ്റിക് ബോഡിയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലൊരു 5000 mAh ഒരു ബാറ്ററിയാണ് ഈ ഫോണിൽ വരുന്നത്. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും നൽകിയിട്ടുണ്ട്. ആ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ബോക്സിൽ തന്നെ റെഡ്മി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ 178.8 ഗ്രാം മാത്രമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. അതായത് റെഡ്മി നോട്ട് 10 പ്രോയിനേക്കാളും വെയിറ്റ് കുറവാണ് ഈ റെഡ്മി നോട്ട് 10. പിന്നെ ഈ ഫോണിൽ കൊടുത്തിരിക്കുന്ന പ്രൊസസ്സർ നോക്കുകയാണെങ്കിൽ കോൾക്കം സ്നാപ്ഡ്രാഗൺ 678 പ്രൊസസ്സറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. Adreno 612 ആണ് ഇതിൽ കൊടുത്തിരിക്കുന്ന GPU. LPDDR4X റാം ടൈപ്പാണ് ഈ ഫോണിൽ കൊടുത്തിട്ടുള്ളത്. അതേ നമുക്ക് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്ന ക്യാമറ കുറിച്ച് നോക്കാം. 48 മെഗാപിക്സലിൻ്റെ ഒരു മെയിൻ ക്യാമറയാണ് ഈ ഫോണിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസറും 2 മെഗാപിക്സലിൻ്റെ മാക്രോ ലെൻസുമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ടോട്ടൽ ഒരു 4 ക്യാമറയാണ് ഈ ഫോണിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വരുന്നത്. ഫോണിൻ്റെ ഫ്രണ്ട് സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു 13 മെഗാപിക്സലിൻ്റെ ഒരു ഫ്രണ്ട് ഫേസിംഗ് ക്യാമറയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ റെഡ്മി നോട്ട് 10 ഔട്ട് ഓഫ് ദ ബോക്സ് Android 11 ആണ് വരുന്നത്. MIUI 12 ആണ് ഇതിൻ്റെ യൂസർ ഇന്റർഫേസ്. പിന്നെ ഈ ഫോണിൽ വരുന്ന സെൻസേഴ്സ് നോക്കുകയാണെങ്കിൽ 360 ഡിഗ്രിയുടെ ആംബിയന്റ് ലെൻസ് സെൻസർ കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രോക്സിമിറ്റി സെൻസർ, ആക്സലറേഷൻ സെൻസർ, ഈ കോമ്പസ്, ഗൈറോസ്കോപ്പ് എന്നിവയാണ് വരുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഈ ഫോണിൻ്റെ കളർ വേരിയൻറ്റിനെ കുറിച്ച് നോക്കാം. അക്വ ഗ്രീൻ, ഫ്രോസ്റ്റ് വൈറ്റ്, ഷാഡോ ബ്ലാക്ക് എന്നീ 3 കളർ വേരിയൻറ്റിലാണ് ഈ ഫോൺസ് വരുന്നത്. പിന്നെ ഈ ഫോണിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 4GB 64GB വേരിയൻറ്റിന് 11,999 രൂപയും 6GB 128GB വേരിയൻറ്റിന് 13,999 രൂപയുമാണ് വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഈ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും. ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ ബട്ടൺ ഓൺ ചെയ്ത് വെക്കുക. എന്നാലും മാത്രമേ ഞാൻ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആ സ്പോട്ടിൽ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. ബൈ.